കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ നെല്ലിപ്പുളി ഉപ്പിലിട്ടത് എങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും തൊട്ടടുത്ത് തന്നെ കുറച്ച് നെല്ലിപ്പുളി തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും നല്ല വലുപ്പമുള്ള നെല്ലിപ്പുളിയാണ് കേട്ടോ എല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി വെള്ളത്തിൻ്റെ അംശമില്ലാത്തത് ഇതുപോലത്തെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെല്ലിപ്പുളി ഓരോന്നോരോന്നായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബോട്ടിൽ നിറച്ചില്ല, അതിന് കുറച്ച് താഴെ നിൽക്കുന്ന അത്രയും നെല്ലിപ്പുളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു 4 പച്ചമുളകോളം ഞാൻ ഇട്ട് വട്ടത്തിലരിഞ്ഞതാണ് കേട്ടോ. നിങ്ങളിൽ പച്ചമുളകോ കാന്താരിമുളകോ വെള്ളമുളകോ ഏത് വേണം ഇട്ട് കൊടുക്കാം കേട്ടോ. വരഞ്ഞിട്ടിട്ട് കൊടുക്കാം, വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപ്പിൻ്റെ അളവ് വേണ്ടത് അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമുക്ക് സാധാരണ ഉപ്പിലിട്ടലിൽ ഉപ്പ് അധികം കാണില്ല എത്ര ഇട്ടാലും, അപ്പോൾ കുറച്ചധികം ഇട്ട് കൊടുക്കണതായിരിക്കും നല്ലതാണ് പെട്ടെന്ന് പിടിക്കാൻ. അതിനുശേഷം ഇതിൻ്റെ നീഡിൽ ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. കൂടാണ്ട് തന്നെ ആ പച്ചമുളകും എല്ലാ ഭാഗത്തേക്കും ആവും കേട്ടോ. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ആവശ്യത്തിനുള്ള വിനിഗർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വിനിഗർ ഒരു 4-5 ടേബിൾ സ്പൂണോളം വിനിഗറും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പച്ചവെള്ളം ഉണ്ടോ ഒഴിച്ച് കൊടുക്കണേ. ആ നെല്ലിപ്പുളി എല്ലാം അതിൽ കുതിർന്ന് കിടക്കുന്ന രൂപത്തിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് എല്ലാം കിടക്കണം, എന്നാലും മാത്രമേ അതിൽ ആ ഉപ്പും വിനെഗറൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആ ഒരു ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് അലന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പുണ്ടോയെന്ന് അറിയാൻ. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ കുറച്ചും കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പും കൊണ്ട് വീണ്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഉപ്പിലിടുന്ന ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഉപ്പ് പിടിക്കുകയും ചെയ്യും കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് നെല്ലിക്ക ഇടാം, അതുപോലെ തന്നെ ക്യാരറ്റ്, പൈനാപ്പിൾ എന്ത് വേണമെങ്കിലും ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾ ഉപ്പിലിട്ട് നോക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കുന്ന ഒരു അടിപൊളിയായിട്ടാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അതേ ടേസ്റ്റിലാണ് കേട്ടോ ഈ ഒരു ഉപ്പിലിട്ടത് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുള്ള നെല്ലിപ്പുളി ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ടോ. ഈ വെക്കേഷൻ കാര്യങ്ങളൊക്കെ അല്ലേ വന്നത്, അപ്പോൾ ഇപ്പോഴേ ഉപ്പിലിട്ടാൽ കുട്ടികൾക്ക് വെക്കേഷൻ അടിപൊളിയായിട്ട് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ എന്നിട്ട് നീഡിൽ വെച്ചൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇതിന് എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് നെല്ലിപ്പുളിയോ എന്ത് വേണ്ടി നിങ്ങളൊന്ന് ഉപ്പിലിട്ട് നോക്കും കേട്ടോ.